ജേസ്നേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തക്കാളിയും അതുപോലെ തന്നെ മുളകൊക്കെ അത്യാവശ്യം വളർന്നിട്ട് അത് കായ പിടിക്കാനുള്ള ഒരു സമയമായി. ഈ ഒരു സമയത്ത് നമുക്ക് രണ്ടാം ഘട്ട വളപ്രയോഗം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ വളപ്രയോഗം ചെയ്തു കൊടുക്കുന്ന ഒരു വീഡിയോ അല്ല, മറിച്ച് നമുക്ക് നമ്മൾ ചെയ്തു കൊടുക്കാൻ പോകുന്ന വളം കോഴിവളമാണ് നമ്മൾ രണ്ടാം ഘട്ടമായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതായത് നമ്മൾ എങ്ങനെയാണ് കോഴിവളം ചൂട് കളയേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ജയസ്നേഹർ എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും അറിയാം, കോഴിവളം ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ചെടികൾക്കോ അല്ലെങ്കിൽ പച്ചക്കറികൾക്കോ ഒന്നും ഇട്ട് കൊടുക്കരുത്. അത്യാവശ്യം നല്ലൊരു വളമാണ് കോഴിവളം. എങ്കിലും അത് ഈ ഒരു ചൂട് കളയാതെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് എല്ലാ ചെടികളെയും അത് നശിപ്പിക്കാനുള്ള ഒരു കാരണം കൂടിയാണ്. കാരണം ഇത് നനയുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ചൂട് അതിന് പുറന്തള്ളും. ഈ ഒരു കോഴിവളത്തിന്റെ ജൈവാംശത്തിൽ അടങ്ങിയിരിക്കുന്ന ചൂട് അത് പുറന്തള്ളുന്ന സമയത്ത് നമ്മുടെ ചെടികളുടെ വേരുകളൊക്കെ അത് ബാധിക്കും. അങ്ങനെ ആ ഒരു ചെടി നശിച്ചു പോവുകയാണ് ചെയ്യുക. ഞാനിവിടെ രണ്ട് രീതിയിലുള്ള കോഴിവളം എടുത്തിട്ടുണ്ട്. അതായത് ഒന്ന് കോഴിവളം നമ്മൾ ചൂട് കളയാത്തതും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാത്രത്തിൽ ഇരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കമ്പോസ്റ്റ് ചെയ്ത് വളമാക്കി അത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പാകത്തിനാക്കിയ കോഴിവളമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ചൂട് കളയാത്ത കോഴിവളം എങ്ങനെയാണ് നമുക്ക് ചൂട് കളഞ്ഞ് നല്ല രീതിയിൽ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പാകത്തിനാക്കേണ്ടത് എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ചൂട് കളയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട്ടിലെ പഴകിയ പാത്രങ്ങളോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പരത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു ചൂട് കളയാത്ത കോഴിവളം ഇട്ടതിന് ശേഷം ഒരു വെള്ളം നമ്മളൊരു ലിറ്ററോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അതിന് മുകളിൽ നന്നായിട്ട് ഒന്ന് തെളിച്ചു കൊടുത്താൽ മാത്രം മതി. അത്യാവശ്യം എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ വേണം ഇത് തെളിച്ചു കൊടുക്കാനായിട്ട്. ഒന്ന് പരത്തി ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ലത്. ഇങ്ങനെ ചെയ്യുന്നത് ഒരു ദിവസം 2 നേരം നനച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 3 ദിവസം നനച്ചു കഴിയുമ്പോൾ തന്നെ ഏകദേശം അതിന്റെ ചൂടൊക്കെ മാറിയിട്ട് ഏകദേശം ഈ ഒരു രൂപത്തിൽ, ഈ ഒരു കറുത്ത രൂപത്തിലേക്ക് വരും. അത്യാവശ്യം നല്ല പൊടി പൊടിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ആ ഒരു സാഹചര്യം എത്തിയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കോഴിവളമൊക്കെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈകൾ കൊണ്ടൊക്കെ നമുക്ക് അതിനെ തൊടേണ്ടി വരും, എടുക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കയ്യിൽ ഒരു ഗ്ലൗസ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ കവറോ മറ്റെന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോളോ ചെയ്തേക്കണേ.